വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഫസ്ന സുബൈർ. ഇന്ന് ഞാൻ നല്ല അടിപൊളിയായിട്ടുള്ള ക്രീമി ടെക്സ്ചറിലുള്ള ബട്ടർ പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ സെയിൽ ചെയ്യുന്ന രീതിയിൽ ബട്ടർ പുഡിങ് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്നും അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഒരുപാട് പേര് എൻ്റെ അടുത്ത് 1/2 ലിറ്റർ പാലിൽ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്നും അതിനെത്രയും നമ്മൾ സെയിൽ ചെയ്യുന്ന സമയത്ത് റേറ്റ് വാങ്ങുന്നതെന്നൊക്കെയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1/2 ലിറ്റർ പാലിൽ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്നും അതുപോലെ തന്നെ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചൈന ഗ്രാസ് കുതിർത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു പുഡിങ് ക്രീമി ടെക്സ്ചറിൽ ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞത്. ഇതെനിക്കൊരു ഓർഡറും കൂടിയാണ് കേട്ടോ. അതുകൊണ്ട് ഞാനിവിടെ 6 ഗ്രാം ചൈന ഗ്രാസ് ആണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾ കട്ട് ചെയ്തെടുക്കുന്ന ആ ഒരു രീതിക്കാണ് ചെയ്യുന്നതെങ്കിൽ 10 ഗ്രാം ചൈന ഗ്രാസ് വരെ എടുക്കുക കേട്ടോ. അപ്പം ഞാനിവിടെ 6 ഗ്രാം ചൈന ഗ്രാസ് ആണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്കതിലേക്കുള്ള പാലിൻ്റെ മിക്സൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1/2 ലിറ്റർ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/2 ടിൻ മിഠായി മേറ്റാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം മിഠായി മേറ്റ് 400 ഗ്രാമിൻ്റെ ആ ഒരു ടിന്നാണ് എടുക്കുന്നതെങ്കിൽ 1/2 ടിന്ന് ഒഴിച്ചു കൊടുക്കുക. ഇനിയിപ്പം 200 ഗ്രാമിൻ്റെ ആ ഒരു ചെറിയ ടിന്നാണ് എടുക്കുന്നതെങ്കിൽ അത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ എപ്പോഴും മിൽക്ക് മെയ്ഡിനെക്കാട്ടും എനിക്ക് കുറച്ചും കൂടി ഒരു ടേസ്റ്റ് തോന്നിയിട്ടുള്ള ഈ ഒരു മിഠായി മേറ്റ് എടുക്കുന്ന സമയത്താണ്. അതുകൊണ്ട് ഞാൻ പുഡിങ് ഉണ്ടാക്കുന്ന സമയത്ത് അധികവും മിഠായി മേറ്റാണ് കേട്ടോ വാങ്ങാറുള്ളത്. ഇനിയിപ്പോൾ അത് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള കസ്റ്റാർഡ് പൗഡറും കൂടി നമുക്കൊന്ന് മിക്സ് ആക്കിയിട്ട് വെക്കണം. അപ്പം ഞാനിതിലേക്ക് 2 ടീസ്പൂണ് കസ്റ്റാർഡ് പൗഡറാണ് കേട്ടോ എടുക്കുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ക്രീമി ടെക്സ്ചറിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ടാണ് 2 ടീസ്പൂണ് കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുള്ളത്. കട്ട് ചെയ്തെടുക്കുന്ന ആ ഒരു രീതിയിലാണ് ചെയ്യുന്നതെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ വരെ നമുക്ക് കസ്റ്റാർഡ് പൗഡർ എടുക്കുക. ഈ ഒരു കസ്റ്റാർഡ് പൗഡറിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള 1/2 ലിറ്റർ പാലില്ലേ, അതിന്ന് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് വെക്കാം കേട്ടോ. ഇതിലേക്ക് 200 ഗ്രാം മിഠായി മേറ്റ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ചൈന ഗ്രാസും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് ഫ്രഷ് ക്രീമാണ്. അപ്പോൾ ഈ ഒരു ഫ്രഷ് ക്രീം ചേർക്കണം നിർബന്ധമല്ല കേട്ടോ. നിങ്ങളെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് 1/2 കപ്പ് ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഒരു പുഡിങ് നമുക്ക് എല്ലാം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം മാത്രം നമുക്ക് അടുപ്പിലേക്ക് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ബാക്കിയുള്ള പുഡിങ്ങൊക്കെ അധികവും നമ്മൾ ഈ ഒരു ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം, അതുപോലെ തന്നെ പാല് വേറെ ഒന്നും ചൂടാക്കി എടുക്കണം, എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുകയല്ലേ. ഈ ഒരു ബട്ടർ പുഡിങ്ങിൽ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് ഇനിയിപ്പോൾ ഇതൊന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് അത്യാവശ്യം നല്ലവണ്ണം ഒന്ന് ചൂടാവുന്നത് വരെ വെച്ച് കൊടുക്കുക കേട്ടോ. ഈ ബട്ടർ പുഡിങ് ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഫ്ലോപ്പായി പോകാൻ വേണ്ടി ചാൻസ് ഉണ്ട് കേട്ടോ. ഈ ഒരു പുഡിങ് ഉണ്ടാക്കുന്ന സമയത്ത് ചിലർക്കത് ക്രീമി ടെക്സ്ചറിൽ കഴിക്കാനായിരിക്കും കേട്ടോ ഇഷ്ടം ഉണ്ടാവുക. ആ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു 6-7 ഗ്രാം ചൈന ഗ്രാസ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. 2 ടീസ്പൂണ് കസ്റ്റാർഡ് പൗഡറും 4 സ്ലൈസ് ബ്രെഡുമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ കട്ട് ചെയ്തെടുക്കുന്ന ആ ഒരു രീതിയിലാണ് ചെയ്യുന്നതെങ്കിൽ ഞാനിത് 1/2 ലിറ്റർ പാലിൻ്റെ കണക്കാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ കട്ട് ചെയ്തെടുക്കുന്ന ആ ഒരു രീതിക്കാണെങ്കിൽ 10 ഗ്രാം ചൈന ഗ്രാസും 2 ടേബിൾ സ്പൂണ് കസ്റ്റാർഡ് പൗഡറും അതുപോലെ തന്നെ 4-5 സ്ലൈസ് ബ്രെഡും ചേർത്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ 50 ഗ്രാം മുതൽ 100 ഗ്രാം വരെ ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു സമയത്ത് ബ്രെഡിന് പകരം ബിസ്ക്കറ്റ് വേണമെങ്കിൽ അങ്ങനെയും ചേർക്കാം കേട്ടോ. ഇനിയിപ്പം പകുതി ബ്രെഡും പകുതി ബിസ്ക്കറ്റും ആണെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കുക. അതൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യുക കേട്ടോ. അപ്പോൾ പാല് അത്യാവശ്യം നല്ലവണ്ണം ചൂടായി വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു കസ്റ്റാർഡ് മിക്സ് ഉണ്ടല്ലോ, അത് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് ലോ ഫ്ലെയിമിലിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ ഒരു കസ്റ്റാർഡ് മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഇളക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ കട്ട പിടിച്ചു പോകാൻ വേണ്ടി ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് കസ്റ്റാർഡ് പൗഡറിൻ്റെ ആ ഒരു മിക്സ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇപ്പോൾ കുറച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഒരുപാട് തിക്നെസ്സിൽ അങ്ങ് കുറുകി പോകേണ്ട ആവശ്യമില്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ ആ ഒരു കറക്റ്റ് അളവിൽ തന്നെ കസ്റ്റാർഡ് പൗഡറിൻ്റെ ആ ഒരു മിക്സ് ചേർത്ത് കൊടുക്കുക.
ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബ്രെഡാണ്. ഞാനിവിടെ 4 സ്ലൈസ് വൈറ്റ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ അരികു വശമൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് ഈ ഒരു പുഡിംഗ് മിക്സിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ എല്ലാം കൂടി ഒന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂണ് വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഈ ഒരു സമയത്ത് ഞാനൊരു കാര്യം മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളെ ബട്ടർ പുഡിങ്ങിൽ മെയിൻ ആയിട്ടുള്ള ബട്ടർ ചേർത്ത് കൊടുക്കാൻ വേണ്ടി മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പം അവസാനമാണ് കേട്ടോ ഞാനിതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 50 മുതൽ 100 ഗ്രാം വരെ അൺസാൾട്ടഡ് ബട്ടർ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ 50 ഗ്രാം അൺസാൾട്ടഡ് ബട്ടറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പുഡിങ്ങിൻ്റെ ചൂടിൽ അതങ്ങ് മെൽറ്റ് ആയിക്കോളൂ കേട്ടോ. ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ബട്ടർ പുഡിംഗ് ഉണ്ടാക്കുന്ന സമയത്ത് പാലും ചൈന ഗ്രാസൊക്കെ നമ്മൾ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുന്നില്ലേ, ആ ഒരു സമയത്ത് തന്നെ അതിലേക്ക് ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഈ പുഡിങ് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് വെച്ചതാണ്. ഇനിയിപ്പോൾ അതിൻ്റെ ആ ഒരു ചൂടൊക്കെ ഒന്ന് മാറിയതിന് ശേഷം മിക്സീൻ്റെ ജാറിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഒരുപാട് ചൂടോടെ മിക്സീൻ്റെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് ആ ഒരു ചൂടൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ. ചൈന ഗ്രാസ് ചേർത്തുകൊണ്ട് തന്നെ റൂം ടെമ്പറേച്ചറിലാവുന്ന സമയത്ത് അത് സെറ്റ് ആവാൻ വേണ്ടി ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് അത് തണുക്കാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കരുത്. അതിൻ്റെ ഒരു ചൂടൊക്കെ ഒന്ന് മാറിയതിന് ശേഷം മിക്സിൻ്റെ ജാറിൽ നമുക്കൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു പുഡിങ് ഉണ്ടല്ലോ, അത് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതാ ഈ ഒരു ട്രേയിലാണ് കേട്ടോ ഞാനിത് സെറ്റ് ചെയ്തെടുക്കുന്നത്. സാധാരണ ഞാൻ 2 പാക്കറ്റ് പാൽ വെച്ചിട്ട് ഏകദേശം ഒരു 35 ആൾക്കാർക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉള്ള ട്രേയിലാണ് ഞാൻ സെയിൽ ചെയ്യാറുള്ളത്. അപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് 1/2 ലിറ്റർ പാൽ വെച്ചിട്ട് ഏകദേശം ഒരു 10-15 ആൾക്കാർക്ക് തികയുന്ന രീതിയിലുള്ള പുഡിംഗ് ഒന്ന് സെറ്റ് ചെയ്ത് കാണിച്ചു തരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനിതൊരു ചെറിയ ട്രേ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ആദ്യം ഞാൻ ചെയ്തു കൊടുത്തിരുന്നത് താഴെയുള്ള ഒരു വലിയ ട്രേയിലാണ്. ഇപ്പോൾ അതാ ഈ ഒരു ചെറിയ ട്രേ ഞാൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതുപോലുള്ള പുതിയതായിട്ട് നമ്മൾ വാങ്ങുന്ന ട്രേയിലൊക്കെ ഇതുപോലെ സ്റ്റിക്കർ ഉണ്ടാവും. അത് പെട്ടെന്ന് നമുക്ക് ഇളക്കി കളയാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പ് പറഞ്ഞുതരാം. അതുപോലെ നമ്മൾ ഗ്യാസ് സ്റ്റവ് കത്തിച്ചിട്ട് ആ ഒരു സ്റ്റിക്കറുള്ള ഒരു ഭാഗം നമ്മൾ ആ ഒരു ചൂടിലേക്ക് ആക്കി കൊടുക്കുക കേട്ടോ. അപ്പം ആ ഒരു ചൂട് തട്ടുന്ന സമയത്ത് അത് കണ്ടില്ലേ, ആ ഒരു സ്റ്റിക്കർ അങ്ങ് പെട്ടെന്ന് നമുക്ക് ഇളകി കിട്ടും കേട്ടോ. മറ്റേ നമ്മൾ അതിനെ വലിച്ചെടുത്ത് അവിടെ ആയിട്ട് അതിൻ്റെ ചെറിയ ചെറിയ പാടുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു സ്റ്റിക്കർ അതിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ഞാൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ട്രേൻ്റെ അളവ് എന്ന് പറയുന്നത് 11.5 ഇഞ്ച് നീളവും 8.5 ഇഞ്ച് വീതിയുമാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ നമുക്ക് ഏകദേശം 1/2 ലിറ്റർ പാലിൻ്റെ ആ ഒരു പുഡിങ് നമുക്കിതിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ മുന്നേ ഞാൻ കാണിച്ച ആ ഒരു വലിയ ട്രേ ഉണ്ടല്ലോ, ആദ്യം ഞാൻ പുഡിങ്ങൊക്കെ സെയിൽ ചെയ്തിരുന്ന ആ ഒരു ട്രേൻ്റെ അളവ് എന്ന് പറയുന്നത് 13.5 ഇഞ്ച് നീളവും 10.5 ഇഞ്ച് വീതിയുമാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ പുഡിങ് ഒന്ന് സെറ്റ് ആയതിന് ശേഷം അതിൻ്റെ മുകളിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാനിവിടെ കുറച്ച് ബദാം ചോപ്പ് ചെയ്തതും അതുപോലെ തന്നെ കുറച്ച് പംകിൻ സീഡ്സും വെച്ചിട്ടാണ് ഡെക്കറേഷൻ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിലുള്ള ആ ഒരു ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള നട്ട്സൊക്കെ ആ ഒരു പുഡിങ് കുറച്ചൊന്ന് സെറ്റ് ആയതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക കേട്ടോ. പുഡിങ്ങിൻ്റെ ചൂടൊക്കെ മാറി റൂം ടെമ്പറേച്ചറിലേക്ക് ആയതിന് ശേഷം മാത്രം ഇത് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുക. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഏറ്റവും കുറഞ്ഞത് ഒരു 3 മണിക്കൂറെങ്കിലും നമ്മൾ ഈ ഒരു പുഡിങ് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു ബട്ടർ പുഡിങ് വലിയ ട്രേയിൽ ഉണ്ടാക്കുന്ന 1 ലിറ്റർ പാലിൻ്റെ ആ ഒരു കണക്കിന് ഉണ്ടാക്കുന്ന ആ ഒരു പുഡിങ്ങിന് പുറത്തേക്ക് സെയിൽ ചെയ്യുന്ന സമയത്ത് ഞാൻ വാങ്ങാറുള്ളത് 850 രൂപയാണ് കേട്ടോ. ഓരോ സ്ഥലത്തും റേറ്റിൽ വ്യത്യാസം ഉണ്ടാവും. ഞാൻ വാങ്ങുന്നത് 850 രൂപയാണ്. അതുപോലെ തന്നെ ഈ ഒരു ചെറിയ ട്രേയിലുള്ള ബട്ടർ പുഡിങ്ങിന് 1/2 ലിറ്റർ പാലുകൊണ്ട് ഉണ്ടാക്കുന്ന ഈ ഒരു ബട്ടർ പുഡിങ്ങിന് ഞാൻ 450 രൂപയാണ് കേട്ടോ വാങ്ങാറുള്ളത്. ഈ ഒരു ട്രേയിൽ പുഡിങ്ങിൻ്റെ ഒരു കണക്ക് പറയുന്നത് ഏകദേശം 15 പേർക്കാണ് കേട്ടോ. പക്ഷേ നമ്മളത് ഉപയോഗിക്കുന്ന പോലെ ഇരിക്കും, ഓരോരുത്തരെ കട്ട് ചെയ്ത് എടുക്കുന്ന പോലെ ഇരിക്കും കേട്ടോ. അങ്ങനെയെങ്കിൽ ഒരു 15 മുതൽ 20 വരെ പേർക്ക് നമുക്ക് സെർവ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം ഇത് ഈ ഒരു രീതിയിലാണ് കേട്ടോ കവർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആരൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഇതെങ്ങനെയാണ് കവർ ചെയ്തെടുക്കുന്നത് എന്നുള്ളത്. പുഡിങ് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ആയതിന് ശേഷം ക്ലിംഗ് റാപ്പ് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ കവർ ചെയ്തെടുക്കാറുള്ളത്.
അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ ബൈ.